സോ നമ്മൾ കേസ് സ്റ്റഡീസിന്റെ രണ്ടാമത്തെ സെഷനിലേക്കാണ് കടക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് എടുത്ത സെഷൻ എന്ന് പറയുന്നത് AKG കേസിൻ്റെതായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ AKG കേസിന്റെ ആസ്പെക്ട്സ് എന്തൊക്കെയാണ്, അതിൽ വരുന്ന ആർട്ടിക്കിൾസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്തു. അപ്പോൾ അതുപോലെ വരുന്ന ഒരു സീരീസ് ആണ് നമ്മളിപ്പോൾ റീസ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഇതിൽ നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യാൻ പോകുന്നത് പൊളിറ്റി നമ്മളൊരു തിയറിറ്റിക്കൽ ആസ്പെക്റ്റിലാണ് കൂടുതലും എക്സാംസിന് വേണ്ടിയിട്ട് പഠിക്കുന്നത്. പക്ഷേ PSCയുടെയും UPSCയുടെ ട്രെൻഡ് ഫോളോ ചെയ്തിട്ടായിരിക്കും PSCയിൽ പുതിയതായിട്ട് വരുന്ന പല ക്വസ്റ്റ്യൻസും ഇതിന്റെ ആപ്ലിക്കേഷൻ ലെവലിൽ ബേസ് ചെയ്തിട്ടാണ്. കാരണം UPSCയിൽ മുമ്പ് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പൊളിറ്റിയുടെ പ്രാക്ടിക്കാലിറ്റി സൈഡ് വെച്ചിട്ടാണ്. അപ്പൊ കേസസ് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ച പല ആർട്ടിക്കിൾസിനെ കുറിച്ചും അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള പല കാര്യങ്ങളെ കുറിച്ചും പ്ലസ് PSCയിൽ ഇപ്പോൾ ഒരു ഹോട്ട് ടോപ്പിക് ആയിട്ട് വരുന്ന കാര്യമാണ് ഏതൊക്കെ ഡോക്ട്രിൻസ് ഏതൊക്കെ കേസുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ലക്ഷ്മി അതിന്റെ ടെക്സ്റ്റിൽ തന്നെ കുറെ ഡോക്ട്രിൻസ് എന്യൂമറേറ്റ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ കേസാണ് അതുമായിട്ട് റിലേറ്റ് ചെയ്തത്, എന്താണ് അതിന്റെ മീനിങ് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഈ സെഷൻസിലൂടെ കൺക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് നമ്മളിൽ പറയുന്ന ഓരോ വേർഡിന്റെയും എക്സ്പ്ലനേഷൻസ് ഈ ക്ലാസ് തീരുന്ന സമയത്ത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഈ ക്ലാസിന്റെ നോട്ട്സ് നിങ്ങൾക്ക് അനദീപ് അക്കാഡമിയുടെ ടെലഗ്രാം ചാനലിൽ നിന്ന് ആക്സസ് ചെയ്യാവുന്നതാണ്. ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ പിൻ ചെയ്ത് വെച്ചിട്ട്. സോ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ക്ലാസ് അല്ലെങ്കിൽ നമ്മുടെ മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത് ശങ്കരി പ്രസാദ് കേസ് എന്നുള്ളതാണ്. സോ നിങ്ങൾ പലപ്പോഴും ലക്ഷ്മികാന്ത് വായിക്കുമ്പോഴും ലക്ഷ്മികാന്തിനകത്തൊക്കെ ഇങ്ങനെ മെൻഷൻ ചെയ്ത് പോയിട്ടുള്ള ഒരു കേസായിട്ട് ഈ കേസിനെ കണ്ടിട്ടുണ്ടായിരിക്കും. ശങ്കരി പ്രസാദ് കേസ് എന്ന് പറയുന്ന കേസിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് നമ്മൾ AKG കേസ് പറഞ്ഞതുപോലെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്ന് റീസെന്റ് ആയിട്ട്, അതായത് അതിന്റെ അകത്ത് വരുന്ന പല ആർട്ടിക്കിൾസിന്റെയും ഇഷ്യൂസ് എന്താണെന്ന് ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു മേജർ കേസാണ് ശങ്കരി പ്രസാദ് കേസ്. ഈ കേസോട് കൂടിയാണ് ഫസ്റ്റ് അമെന്റ്മെന്റ് ആക്ട് എന്ന് പറയുന്ന ആക്ട് തന്നെ നിലവിൽ വരുന്നത്. അതായത് നമുക്ക് പാർലമെന്റുമായിട്ട് എന്തൊക്കെ ഇഷ്യൂസ് വരുന്നു, പാർലമെന്റിന്റെ ലെജിസ്ലേറ്റീവ് പവറും കോടതിയുടെ ജുഡീഷ്യൽ പവറും, അതായത് മറ്റവർക്ക് ലോ മേക്ക് ചെയ്യാനുള്ള പവറും ഇവർക്ക് ആ ലോ വാലിഡ് ആണോ അല്ലെങ്കിൽ അതിന് എന്തൊക്കെ ഇഷ്യൂ ഉണ്ട് എന്നുള്ള പവറും തമ്മിലുള്ള ഒരു ടസിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പോയിന്റ് കൂടിയാണ് ഈ കേസ്. ഈ കേസസ് എല്ലാമാണ് പിന്നീട് നമ്മൾ പറയുന്ന ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ എന്ന് പറയുന്ന ഡോക്ട്രിനിലേക്ക് ഇവല്യൂഷൻ ചെയ്ത് പോകുന്നത്. അപ്പൊ നമ്മൾ ഈ കേസിന്റെ ഡീറ്റെയിൽ ആസ്പെക്ടുകൾ എന്തൊക്കെയാണ്, ഇതിൽ ഏതൊക്കെ ആർട്ടിക്കിൾസ് ആണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം നോക്കാൻ പോവുകയാണ്. അതിന് മുമ്പ് നമുക്ക് ഈ കേസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ മനസ്സിലാവും. ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ റൈറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത്, ഇത് ലാസ്റ്റ് ഡിഗ്രി പ്രിലിംസിന്, ഈ വർഷത്തെ കഴിഞ്ഞ വർഷത്തെ ഡിഗ്രി പ്രിലിംസിന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഫണ്ടമെന്റൽ റൈറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിരുന്ന കേസ് ഏതാണ് എന്നുള്ളത്. അപ്പൊ ശങ്കരി പ്രസാദ് കേസ് ആയിരുന്നു എന്റെ ആൻസർ. അപ്പം നമുക്ക് ഈ കേസ് സ്റ്റഡീസ് അറിയാമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിന്റെ നിങ്ങൾ ബ്ലൈൻഡ് ആയിട്ട് പഠിക്കുന്നതിന് പകരം ഒരു കേസ് എങ്ങനെ ഇവോൾവ് ചെയ്തു എന്ന് അതിന്റെ ടൈം ലൈൻ അറിയാനുണ്ടെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. അത് അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഒരു ബ്ലൈൻഡ് പോയിന്റിലേക്ക് പോകും. കുറച്ച് ഫേമസ് ആയിട്ടുള്ള കേസ് എന്നുള്ള രീതിയിൽ കേശവാനന്ദ ഭാരതി കേസ് എടുക്കാൻ ചാൻസ് ഉണ്ട്. ഇതൊക്കെ ഒരു റാങ്ക് മേക്കിംഗ് ഫാക്ടർ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ടാക്കിൾ ചെയ്യാനും നിങ്ങൾക്ക് എലിമിനേഷൻ ടെക്നിക്സ് യൂസ് ചെയ്യാനും കൂടി ഈ ക്ലാസ് കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. അതിന്റെ തൊട്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി ഒരു സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നമ്മളിപ്പോ PSCയുടെ പാറ്റേൺ നോക്കുമ്പോൾ ഈ ടൈപ്പ് സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസും ഉണ്ട്. ഇത് രണ്ടും നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഈ ക്ലാസ്സിന്റെ എൻഡിൽ നിങ്ങൾ ഇതൊന്നും കൂടി റീവിസിറ്റ് ചെയ്യും. സോ എന്തൊക്കെയായിരുന്നു ഈ കേസിൽ വന്നിട്ടുള്ള മേജർ പോയിന്റ്സ് എന്ന് പറയുന്നത്? നമ്മൾ നോക്കാൻ പോകുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ കേസിൽ മേജർ ആയിട്ട് ഇൻവോൾവ് ചെയ്തത്, എന്തായിരുന്നു ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. നമ്മൾ ആദ്യമേ പറഞ്ഞു നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്നത് 1950s അടുപ്പിച്ചാണ്. അപ്പൊ 1950s നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുമ്പോൾ അതൊരു ബ്രാൻഡ് ന്യൂ കോൺസ്റ്റിറ്റ്യൂഷൻ മാത്രമായിരുന്നില്ല, വളരെ വലിയ തീംസ് ഉള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ കൂടിയായിരുന്നു. നമ്മളിപ്പോ പറയുന്നത് പോലെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ടൈമിനെ ഔട്ട്ലീവ് ചെയ്തൊരു ഡോക്യുമെന്റ് ആണ്. അതായത് 1950s വരുന്ന സമയത്ത് അന്നത്തെ ആൾക്കാർക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റാത്ത പല റിഫോംസും പല ഐഡിയൽസും ഉണ്ടായിരുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷനാണ്. അപ്പൊ അതിനകത്ത് നമ്മുടെ ഗവൺമെന്റിനും കുറച്ചധികം വിഷൻസ് ഉണ്ടായിരുന്നു. അപ്പൊ ഈ വിഷൻസ് ഒക്കെ ഓൺ ഗ്രൗണ്ട് വരുന്ന സമയത്ത് അന്നുണ്ടായിരുന്ന ആൾക്കാർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ വളരെ പ്രശ്നമായിരുന്നു. അതിൽ ഏറ്റവും ഇഷ്യൂ ആയിട്ടുണ്ടായിരുന്ന കാര്യമായിരുന്നു ലാൻഡ് റിഫോംസ് എന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലാൻഡ് റിഫോംസ് വളരെ സക്സസ്ഫുൾ ആയിട്ട് ചെയ്തിരിക്കുന്നത് രണ്ട് സ്റ്റേറ്റ്സ് ആണ്. ഏതൊക്കെയാണ് സ്റ്റേറ്റ്സ്? നിങ്ങൾക്ക് കമന്റിൽ ഇത് പിൻ ചെയ്യാം, അതിന് നമ്മളത് ചെക്ക് ചെയ്യുന്നതായിരിക്കും. രണ്ട് സ്റ്റേറ്റ്സ് ആണ് വളരെ സക്സസ്ഫുൾ ആയിട്ട് ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ റിഫോംസിനെ കൊണ്ടുവരികയും അത് ഇംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്തത്. അതിലൊരു സ്റ്റേറ്റ് നമ്മുടെ സ്റ്റേറ്റ് തന്നെയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ് ഏതാണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. അപ്പോ ഒരു സ്റ്റേറ്റിന് വില്ലിങ്നെസ് ഉണ്ടായാൽ മാത്രം പോരാ, അതിനവർക്ക് ഒരു സെറ്റ് ഓഫ് ലോസ് വേണം. അങ്ങനെ ഒരു സമീന്ദാരി അബോളിഷൻ ലോ എന്ന് പറയുന്ന ലോ നെഹ്റു ഗവൺമെന്റ് കൊണ്ടുവരുന്നുണ്ട്. ആൻഡ് ഇത് ബേസ് ചെയ്തിട്ടാണ് ഈ കേസ് ഇവോൾവ് ചെയ്തു വരുന്നത്. അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാകുന്ന സമയത്ത് ഇപ്പോഴും നമ്മൾ നോക്കുകയാണെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് എത്രയാണ് ഉണ്ട്, അതും നിങ്ങൾ കമന്റ് ചെയ്യണം. ഓക്കെ,
അപ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് നമ്മൾ നോക്കുന്ന സമയത്ത് ഇന്ന് നമുക്കുള്ള ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കാട്ടി കൂടുതൽ അധികമായിട്ട് ഒരു ഫണ്ടമെന്റൽ റൈറ്റ്സ് നമുക്ക് 1950s ഉണ്ടായിരുന്നു. ആ റൈറ്റ് ആണ് റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. റൈറ്റ് ടു പ്രോപ്പർട്ടി നമുക്ക് രണ്ട് ഭാഗങ്ങളിലായിട്ട് ഉണ്ടായിരുന്നത്. ഒന്ന് ആർട്ടിക്കിൾ 19ന്റെ ഭാഗമായിട്ട് നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റ് ടു പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 31 എന്ന് പറയുന്ന ആർട്ടിക്കിളിന്റെ ഭാഗമായിട്ട് നമുക്ക് റൈറ്റ് ടു പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു. അപ്പൊ ഈ രണ്ട് ആർട്ടിക്കിൾസും ബേസ് ചെയ്തിട്ട് ആൾക്കാർ ഈ സമീന്ദാരി അബോളിഷൻ ലോസിനെ കൊണ്ടുവന്ന സമയത്ത് അതിനെ കൗണ്ടർ ചെയ്യാൻ തുടങ്ങി, കേസസിന് പോകാൻ തുടങ്ങി. അതായത് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുണ്ട് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ഇൻഏലിയനബിൾ സെറ്റ് ഓഫ് റൈറ്റ്സ് ആണ്. അത് ഗവൺമെന്റിന് ടേക്ക് അവേ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു ഗ്യാരണ്ടിയിലാണ് ആ റൈറ്റ്സ് കൊണ്ടുവന്നിരിക്കുന്നത്. അറ്റ് ദ സെയിം ടൈം ഈ ഗവൺമെന്റ് തന്നെ ചെയ്യുന്ന കാര്യമാണ് ഞങ്ങളുടെ റൈറ്റ് ടു പ്രോപ്പർട്ടി എടുത്തുകൊണ്ട് പോവുകയാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ബ്രാൻഡ് ഒരു റിഫോം കൊണ്ടുവരുന്നു എന്നുള്ള രീതിയിൽ അത് കൊണ്ടുപോവുകയാണ്. അപ്പോ ഇതൊരു ടസലായിട്ട് മാറി. പാർലമെന്റിന്റെ ലോ മേക്കിംഗ് പവറിനാണോ കോൺസ്റ്റിറ്റ്യൂഷന്റെ സുപ്രീമസിക്കാണോ ഏറ്റവും കൂടുതൽ നമ്മൾ വെയിറ്റേജ് കൊടുക്കേണ്ടത് ഇന്ത്യൻ സിനാരിയോയിൽ എന്നുള്ളൊരു ടസിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഇവിടെ നിന്നാണ്. അപ്പൊ നമുക്കറിയാം കോൺസ്റ്റിറ്റ്യൂഷന്റെ ഗാർഡിയൻ എന്ന് പറയുന്നത് ആരാണ്? സുപ്രീം കോർട്ടാണ്, അല്ലെങ്കിൽ കോർട്സിന്റെ കയ്യിലാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്റർപ്രിട്ടേഷൻസും അതിന്റെ ഇംപ്ലിമെന്റേഷൻസും ഒക്കെ വരുന്നത്. അപ്പൊ ഇത് പതിയെ പതിയെ ഒരു കോൺസ്റ്റിറ്റ്യൂഷനും അല്ലെങ്കിൽ ജുഡീഷ്യറിയും പാർലമെന്ററിയും തമ്മിലൊരു ടസിലേക്ക് പോകാൻ തുടങ്ങി. പാർലമെന്റ് ലോസ് എനാക്ട് ചെയ്യുന്ന സമയത്ത് അത് എങ്ങനെയാണ് ഓൺ ഗ്രൗണ്ട് വരുന്ന സമയത്ത് അതിനെ കൗണ്ടർ ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ജുഡീഷ്യറിനെ സ്ട്രക്ക് ഡൗൺ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ ഇൻവോൾവ് ആവാൻ തുടങ്ങി. സോ നമ്മൾ ഈ ക്വസ്റ്റ്യൻ നോക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇതിന്റെ ഇഷ്യൂസ് നോക്കുന്ന സമയത്ത് അറിഞ്ഞിരിക്കേണ്ട മേജർ ആയിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 13 എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 13നെയാണ് ഗാർഡിയൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. എന്തുകൊണ്ട് ആ ആർട്ടിക്കിളിനെ ഗാർഡിയൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് അറിയാമോ? നമ്മുടെ ആർട്ടിക്കിൾ 13 ഏത് പാർട്ടിലാണ് വരുന്നത്? ഫണ്ടമെന്റൽ റൈറ്റ്സ് വരുന്ന അതേ പാർട്ട് 3 വരുന്ന ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 13 എന്ന് പറയുന്നത്. പാർട്ട് 3 വരുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സിന് ആപ്ലിക്കബിൾ ആയിട്ടുള്ള എല്ലാ ലോസും എല്ലാ സെറ്റ് ഓഫ് ആൾക്കാരെയും ഈ 13നകത്ത് എന്യൂമറേറ്റ് ചെയ്തിട്ടുണ്ട്. 13 നമ്മൾ ഡെഫിനിഷൻ ആയിട്ട് പറയുന്നത് എന്താണ്? ലോ ഫോർ ദ പർപ്പസ് ഓഫ് പാർട്ട് 3 ഡിഫൈൻ ചെയ്യുന്ന ഒരു ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 13 എന്ന് പറയുന്നത്. അപ്പോൾ ആർട്ടിക്കിൾ 13 ബേസ് ചെയ്തിട്ടാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എങ്ങനെയാണ് ഇമ്പോസിബിൾ ആവുന്നത്, അല്ലെങ്കിൽ അവരെ എങ്ങനെയാണ് എൻഫോഴ്സിബിൾ ആക്കുന്നത്, എവിടെയൊക്കെയാണ് അതിനെ ഇമ്പോസ് ചെയ്യാൻ പറ്റാത്തത്, എന്തൊക്കെയാണ് അതിന് നമുക്ക് പ്രൊട്ടക്ഷൻ ആയിട്ട് കൊടുക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം വരുന്നത്. അതിനൊപ്പം തന്നെ ഈ ആർട്ടിക്കിൾ 13 തന്നെയാണ് പവർ ടു ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത് നമ്മുടെ കോർട്ടുകൾ കൊടുക്കുന്നത്. എന്താണ് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ലോ അല്ലെങ്കിൽ ഒരു ബില്ല് പാർലമെന്റ് കൊണ്ടുവരുന്ന സമയത്ത് പാർലമെന്റ് അത് എനാക്ട് ചെയ്യുകയാണ്. അങ്ങനെ എനാക്ട് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് അതിനകത്ത് കോൺസ്റ്റിറ്റ്യൂഷന് പ്രോ ആയിട്ടുള്ളത്, എന്തൊക്കെയാണ് അതിനകത്ത് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിരിക്കുന്ന സേഫ് ഗാർഡുകൾക്ക് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് എൻഷുർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് വയലേറ്റീവ് ആയിട്ടുള്ളത്, അങ്ങനെ ഏതെങ്കിലും ഒരു സാധനം വയലേറ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ കോർട്ടിന് സ്ട്രക്ക് ഡൗൺ ചെയ്യാനുള്ള അതോറിറ്റി ഉണ്ട്. അപ്പൊ നമ്മൾ ഒരു ഫയൽ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളിപ്പോൾ ടീച്ചേഴ്സിനൊക്കെ റെക്കോർഡ് കൊണ്ടു കൊടുക്കുന്ന സമയത്ത് അവർ നോക്കാറില്ലേ ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആണോ എന്ന്? ആ കാര്യങ്ങൾ കറക്റ്റ് അല്ല എന്നുള്ളെങ്കിൽ അവരെന്ത് ചെയ്യും? ഒരു റെഡ് പെൻ വെച്ച് മാർക്ക് ചെയ്യും. അതുപോലെ കോർട്സിനുള്ള ഒരു റെഡ് പെൻ അതോറിറ്റിയാണ് ഈ ഫണ്ടമെന്റൽ റൈറ്റ് ടു ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത്. ഇത് റിലീവ് ചെയ്ത് വരുന്നത്, അല്ലെങ്കിൽ ഇത് ഡെവലപ്പ് ചെയ്ത് വരുന്നത് ആർട്ടിക്കിൾ 13 നിന്നാണ്. അപ്പൊ ഏത് ആർട്ടിക്കിൾ ആണ് ജുഡീഷ്യൽ റിവ്യൂവിനുള്ള പവർ കൊടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് പറയാം എന്തുണ്ട്? ആർട്ടിക്കിൾ 13 ഉണ്ട്. ഇനി ആർട്ടിക്കിൾ 13 വരുന്ന മറ്റൊരു കാര്യമാണ് ബ്രോഡ് ഡെഫിനിഷൻ ഓഫ് ലോ. ലോ എന്താണെന്ന് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് ഫണ്ടമെന്റൽ റൈറ്റ്സുമായിട്ട് ചേർന്ന് പോകുന്ന ലോസിനകത്ത് വരുന്നത്. അപ്പൊ നമ്മൾ ലക്ഷ്മികാന്ത് എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും ഓർഡിനൻസസ് വരും, ലോസ് വരും, ആക്ട്സ് വരും, എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ് വരും, ഈവൻ കസ്റ്റംസ് വരെ അതിന്റെ ഭാഗമായിട്ട് വരും. കസ്റ്റംസ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ നോർമലി ഫോളോ ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ചില ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ഇതെല്ലാം ലോയുടെ ഫോഴ്സ് ഉള്ളതാണ്. എന്തുകൊണ്ടാണ് അവർക്ക് ലോയുടെ ഫോഴ്സ് അല്ലെങ്കിൽ ഒരു നിയമത്തിന്റെ ഒരു സാധുത കിട്ടുന്നത്? ഈ കാര്യങ്ങൾ നമ്മൾ കുറേയധികം ജനറേഷൻസ് ആയിട്ട് ഫോളോ ചെയ്യുന്നതാണ്. അപ്പൊ ഈ കാര്യങ്ങൾക്ക് നോർമലി ഒരു കസ്റ്റമറി, അതായത് നോർമലി നമ്മൾ പറയുന്ന ലെജിസ്ലേറ്റീവ് പവർ ഇല്ലാന്നുണ്ടെങ്കിലും കുറച്ചും കൂടി ആൾക്കാർക്കകത്ത് ഗ്രൗണ്ട് ലെവലിൽ എൻഫോഴ്സിബിലിറ്റി ഉള്ള കാര്യങ്ങളാണ്. അങ്ങനെയുള്ള കാര്യങ്ങളും കസ്റ്റംസും റെഗുലേഷൻസും ഒക്കെ ഇതിനകത്ത് എന്തുകൊണ്ട് വരുന്നു? അപ്പൊ ഈ ലോയുടെ പവർ കൊടുക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ കസ്റ്റംസ് പറയുന്ന സമയത്തും ആൾക്കാർക്ക് ഫോളോ ചെയ്യാൻ പറ്റാത്തത്, അല്ലെങ്കിൽ ഒരാളുടെ ഫണ്ടമെന്റൽ റൈറ്റിനെ ഡിനേ ചെയ്യുന്നതായിട്ടുള്ള പല കസ്റ്റംസും ശരിയല്ല എന്ന് കോർട്ടിന് പറയാൻ പറ്റുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സതി നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന ഒരു കസ്റ്റമാണ്. അപ്പൊ നമ്മൾ പറയുകയാണ് നമുക്ക് സതി ചെയ്യാനുള്ള അവകാശം തരണം, അല്ലെങ്കിൽ കുറച്ച് പുരുഷന്മാർ വന്നിട്ട് പറയുകയാണ് ഞങ്ങൾ മരിക്കുമ്പോൾ ഞങ്ങളുടെ ഭാര്യമാര് ഞങ്ങളുടെ കൂടെ ആത്മഹത്യ ചെയ്യണം, അതല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കൂടെയുള്ള ആൾക്കാർക്ക് ഫോഴ്സ് ചെയ്ത് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കും എന്നുള്ളത്. അപ്പൊ നമ്മുടെ കോർട്ടിന് പറയാൻ പറ്റൂ, ഓക്കെ അതൊരു കസ്റ്റമാണ്, കസ്റ്റമിന് ലോയുടെ അതോറിറ്റി ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യാമെന്ന് പറയാൻ പറ്റൂ? ഇല്ല, അത് ഫണ്ടമെന്റൽ റൈറ്റിനെ വയലേറ്റ് ചെയ്യുന്നതാണ്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഫണ്ടമെന്റൽ റൈറ്റ്, ഒരാൾക്ക് ജീവിക്കാനുള്ള അവകാശത്തിന് വയലേറ്റ് ചെയ്യുന്ന കാര്യമാണ് ആ കസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു കസ്റ്റമിനെ അലോ ചെയ്യാൻ കോർട്ടിന് പറ്റത്തില്ല.
അങ്ങനെ ഒരു കാര്യത്തിന് അലോ ചെയ്യാൻ കോർട്ടിന് പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ കോർട്ടിന് അതിനെ ജുഡീഷ്യൽ റിവ്യൂ ചെയ്യാനുള്ള പവർ വേണം. അങ്ങനെ ജുഡീഷ്യൽ റിവ്യൂ ചെയ്യാനുള്ള പവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ലോക്കകത്ത് കസ്റ്റംസിനും പവർ കൊടുത്തിരിക്കുന്നത്. അപ്പൊ കസ്റ്റംസ് എന്തിനാണ് നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്? ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നമ്മൾ കൊണ്ടുവന്ന കോൺസ്റ്റിറ്റ്യൂഷൻ ബേസ് ചെയ്താണ് മുന്നിലേക്ക് പോകുന്നത് എന്നുള്ളത് ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ മറ്റൊരു എക്സാമ്പിൾ ആണ് നമ്മൾ പറയുന്ന ഈ ഐറ്റം എന്ന് പറയുന്നത് അൺടച്ചബിലിറ്റി. അപ്പൊ കുറച്ച് ആൾക്കാർ വന്നിട്ട് പറയാണ്, ഞങ്ങൾ ജനറേഷൻ ബൈ ജനറേഷൻ ആയിട്ട് ഞങ്ങൾക്ക് ഇൻഡിപെൻഡൻസ് കിട്ടുന്നത് വരെ ഞങ്ങൾ അൺടച്ചബിലിറ്റി പ്രാക്ടീസ് ചെയ്തിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് അത് മുന്നോട്ടും പ്രാക്ടീസ് ചെയ്തു പോകാനുള്ള അതോറിറ്റി തരണം എന്ന് പറഞ്ഞാൽ നമുക്കത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇല്ല. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് റൈറ്റ് അഗെയിൻസ്റ്റ് ഇങ്ങനെ പ്രാക്ടീസ് ഓഫ് അൺടച്ചബിലിറ്റി, അല്ലെങ്കിൽ നമ്മൾ അൺടച്ചബിലിറ്റി പ്രാക്ടീസ് ചെയ്യുന്നത് ഒരിക്കലും നമ്മൾ സമ്മതിക്കാൻ പാടില്ല, അത് പ്രൊഹിബിറ്റ് ചെയ്യേണ്ട കാര്യമാണ്. നമുക്കതൊരു ഇൻഹ്യൂമൻ ആയിട്ടുള്ള പ്രാക്ടീസ് ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒരു കസ്റ്റമിന് നമ്മൾ ഒരു ലോയുടെ പവർ കൊടുക്കുന്ന സമയത്ത് നമുക്ക് അതിനെ സ്ട്രക്ക് ഡൗൺ ചെയ്യാൻ പറ്റും. നമ്മൾ ജുഡീഷ്യൽ റിവ്യൂ ചെയ്യാണ്, അത് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല, അത് വളരെ ഇൻഹ്യൂമൻ ആയിട്ടുള്ള കാര്യമാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിനെ പുറത്ത് പറയാൻ പറ്റും. ആൻഡ് ഇതിൽ വരുന്ന ഒരു മേജർ ക്യാച്ച് എന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഡോക്യുമെന്റ്സ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് അത് പ്രശ്നമായിട്ട് തോന്നത്തില്ല. പക്ഷെ അന്നുള്ളൊരു ഇഷ്യൂ എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ്സ് ലോ ആണ്. നമ്മൾ ഇതിനകത്ത് കുറെ ആൾക്കാരെ എന്യൂമറേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് കൊണ്ടുവന്നാൽ, എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് എന്ന് വെച്ചാൽ ആർട്ടിക്കിൾ 368 വഴിയോ അല്ലാതെയോ നമ്മൾ കൊണ്ടുവരുന്ന ചില ചേഞ്ചസ് ആണ്. കോൺസ്റ്റിറ്റ്യൂഷനെ നമ്മളൊരു ലിവിംഗ് ഡോക്യുമെന്റ് എന്ന് പറയും. അതായത് നമുക്ക് അതിന്റെ ഡിമാൻഡ്സ് അനുസരിച്ച് നമുക്ക് അതിനെ മോഡിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്ത്യയിൽ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ്സ് കൊണ്ടുവരുമ്പോൾ അത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മളൊരു കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് വരികയാണ് ആർട്ടിക്കിൾ 17, അത് വേണമെന്നുള്ളവർക്ക് പ്രാക്ടീസ് ചെയ്യാം എന്നുള്ളൊരു കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് കൊണ്ടുവരും. അപ്പൊ നമുക്ക് അതിനെ സമ്മതിച്ചു കൊടുക്കാൻ പറ്റൂ? ഇല്ല. കാരണം നമ്മൾ ആർട്ടിക്കിൾ 13 കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ഒരു ലോയുടെ ആംബിറ്റിൽ വരുന്നതാണോ, ജുഡീഷ്യൽ റിവ്യൂവിന് പോസിബിൾ ആണോ അല്ലയോ എന്നുള്ള കാര്യത്തിന് പ്രോപ്പർ ആയിട്ട് എന്യൂമറേറ്റ് ചെയ്തിട്ടില്ല. ഇതൊരു ഇഷ്യൂ ആയിട്ട് മാറി. അതായത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ജുഡീഷ്യൽ റിവ്യൂവിന് കൊണ്ടുവരാൻ പറ്റത്തില്ല എന്ന് പാർലമെന്റും ജുഡീഷ്യൽ റിവ്യൂയിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്ന് ജുഡീഷ്യറിയും പറയുന്ന സ്ഥലത്ത് നിന്നും കൂടിയാണ് ഈ കേസ് തുടങ്ങി വരുന്നത്. ഇനി നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒന്ന് രണ്ട് ഡോക്ട്രിൻസ് ആണ്. ഡോക്ട്രിൻസ് എന്ന് വെച്ചാൽ കോർട്ട് ചില ടെസ്റ്റുകൾ ഒരു മേജർ കാര്യത്തിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആക്ടിനെയോ ഒരു ബില്ലിനെയോ ഒരു കേസിനെയോ പഠിക്കുന്ന സമയത്ത് കൊണ്ടുവരാറുണ്ട്. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒന്ന് രണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡോക്ട്രിൻസ് ആണ് ഈ കേസുമായിട്ട് റിലേറ്റ് ചെയ്തിരുന്നത്. ഒന്ന് ഡോക്ട്രിൻ ഓഫ് സെവിയറബിലിറ്റി, അല്ലെങ്കിൽ സിവിയർ ചെയ്ത് കളയുക. എന്താ നമ്മൾ സിവിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സിവിയർ ചെയ്യുന്ന പറഞ്ഞാൽ കട്ട് ഓഫ് ചെയ്ത് കളയുക. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ട്, നമ്മുടെ ഇപ്പൊ നമുക്ക് ഷുഗർ വന്നിട്ട് നമ്മുടെ ബോഡി പാർട്സിനെ മൊത്തം അഫക്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോ ഡോക്ടർ നമ്മുടെ അടുത്ത് സജസ്റ്റ് ചെയ്യുകയാണ്, നിങ്ങളെ ബോഡി പാർട്ടിനെ മൊത്തം ഇത് അഫക്ട് ചെയ്യുന്നതിന് പകരം നമുക്ക് നിങ്ങളുടെ കാലിലെ ഒരു വിരലിനെ സിവിയർ ചെയ്ത് കളഞ്ഞാൽ, അല്ലെങ്കിൽ മുറിച്ചു കളഞ്ഞാൽ നിങ്ങളുടെ ഹോൾ ബോഡി ഇത് അഫക്ട് ചെയ്യത്തില്ല, നിങ്ങൾക്കൊരു വിരൽ മാത്രമാണ് നഷ്ടം, പക്ഷെ നിങ്ങളുടെ ബോഡി ഹെൽത്തി ആയിട്ടിരിക്കും, നിങ്ങൾക്ക് കുറച്ചു കാലം കൂടി ജീവിക്കാൻ പറ്റും, നിങ്ങളുടെ ഷുഗർ ഞങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് നമ്മുടെ ഹോൾ ഹെൽത്തും ബോഡിയും ആണോ ഇമ്പോർട്ടന്റ്, ഒരു വിരലാണോ ഇമ്പോർട്ടന്റ് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കാൻ നോക്കും. അപ്പൊ നമുക്കൊരു വിരൽ നഷ്ടം വന്നാലും നമ്മളെ ബോഡി ഹെൽത്തി ആണെന്നുണ്ടെങ്കിൽ നമുക്കത് ഇഷ്യൂ അല്ല. അതിനെയാണ് നമ്മൾ ഡോക്ടർ ഓഫ് സിവിയറബിലിറ്റിയിലും പറയുന്നത്. അതായത് നമ്മളൊരു ലോ കംപ്ലീറ്റ് ആയിട്ട് പാർലമെന്റ് കൊണ്ടുവന്നു. അപ്പൊ പാർലമെന്റ് കൊണ്ടുവന്ന സമയത്ത് നമുക്കത് അറിയാം, അത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള ഒരു ലോ ആണ്. പക്ഷെ അതിന്റെ ഒരു ചെറിയ പോർഷൻ നമുക്ക് മുറിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ വിരൽ മുറിക്കുന്നത് പോലെ ഒരു വളരെ കുഞ്ഞു പോർഷൻസ് അതിൽ നിന്ന് മുറിച്ചു മാറ്റി കഴിഞ്ഞാൽ ആ ലോക്ക് വരെ ഇഷ്യൂസ് ഒന്നുമില്ല. ഇപ്പോ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ NEP കൊണ്ടുവന്നു ഇപ്പോ സെൻട്രൽ ഗവൺമെന്റ്, അതായത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി കൊണ്ടുവന്നു. അപ്പോൾ അതൊരു വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ലോ ആണ്. അപ്പൊ ഭയങ്കര കാര്യമായിട്ട് നമ്മുടെ പുതിയ ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുന്ന ഒരു ആക്ട് ആണ്. അപ്പൊ അതിനകത്ത് അവർ എഡ്യൂക്കേഷൻ യൂണിവേഴ്സൽ റൈറ്റ് ആക്കി, മദർ ടങ്ങിൽ പഠിക്കാനുള്ള അതോറിറ്റി കൊടുത്തു, കുറച്ചും കൂടി കോംപ്രിഹെൻസീവ് ആയിട്ട് ആൾക്കാർ പഠിക്കണം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു, ജോബ് ബേസ് ആയിട്ട് പഠിക്കണം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ ഇതെല്ലാം നല്ല നല്ല വിഷൻസ് ആണ്. അപ്പൊ നമ്മുടെ എംപ്ലോയബിലിറ്റി കൂടും, ആൾക്കാർക്ക് ജോലി കിട്ടാനുള്ള ചാൻസ് കൂടും, കുട്ടികൾക്ക് എമർജിംഗ് ഫീൽഡുകളിൽ പഠിക്കാൻ പറ്റും, അവരുടെ ലാംഗ്വേജിൽ പഠിക്കാനും പുതിയ ലാംഗ്വേജസ് മനസ്സിലാക്കാനും പറ്റും. ഇതെല്ലാം നല്ല കാര്യങ്ങളാണ്. പക്ഷെ അതിനകത്ത് അവരൊരു ചെറിയൊരു കാര്യം കൂടി ആഡ് ചെയ്തു, അല്ലെങ്കിൽ ഒരു ട്വീറ്റും കൂടി ആഡ് ചെയ്തു. +2 കഴിഞ്ഞ് പെൺകുട്ടികൾ പഠിക്കേണ്ട കാര്യമില്ല, +2 വരെ പഠിച്ചാൽ മതി എന്ന് പറയുകയാണ്. അല്ലെങ്കിൽ +2 കഴിഞ്ഞ് യൂണിവേഴ്സൽ എഡ്യൂക്കേഷന്റെ ആവശ്യമില്ല. അപ്പോ അതുകൊണ്ട് താല്പര്യമുള്ളവർ പഠിച്ചാൽ മതി, ഫൈനാൻഷ്യലി വെൽ ഓഫ് ആയിട്ടുള്ള ആൾക്കാർ പഠിച്ചാൽ മതി എന്ന് പറയുകയാണ്. അപ്പോ നമ്മുടെ ഗവൺമെന്റിനോ അല്ലെങ്കിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ തിയറീസോ അനുസരിച്ച് അത് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഒന്നാമത് നമുക്ക് റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സാധനമുണ്ട്. അത് നമുക്ക് ഹയർ എഡ്യൂക്കേഷൻസിലേക്ക് ആപ്ലിക്കബിൾ അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫൈനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് വെച്ച് പൈസ ഇല്ലാത്തവർ പഠിക്കേണ്ട എന്ന് പറയാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഒരു പ്രത്യേക ജെൻഡർ പഠിക്കേണ്ട എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പൊ ആ ഒരു കാര്യം മാത്രമാണ് ആ ലോയിൽ ഒരു ഇഷ്യൂ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതിനെ നമ്മളൊരു കേസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന സമയത്ത് ജുഡീഷ്യൽ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ, ആ ഹോൾ ആക്ടിനെ, അല്ലെങ്കിൽ പാർലമെന്റ് ഒരു വലിയ പ്രൊസീജിയറിൽ പോയിട്ടാണ് ഇതിനെ ഒരു ആക്ട് ആക്കി മാറ്റിയിരിക്കുന്നത്. അപ്പൊ അതിനെ മൊത്തത്തിൽ വോയിഡ് ആണ് എന്ന് പറയുന്നതിന് പകരം, അല്ലെങ്കിൽ അതിനെ മൊത്തത്തിൽ നള്ളിഫൈ ചെയ്യുന്നതിന് പകരം അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ, ഇതിൽ എന്തൊക്കെയാണ് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ എന്ന് കണ്ടുപിടിച്ച്
സാധനത്തിന്റെ മാത്രം കട്ട് ചെയ്ത് മാറ്റുന്നു. അതിനെയാണ് സിവിയർ ചെയ്യുക എന്ന് പറയുന്നത്. അതിനെയാണ് ഡോക്ട്രിൻ ഓഫ് സിവിയറബിലിറ്റി എന്ന് പറയുന്നത്. ദെൻ അടുത്ത വരുന്ന കാര്യമാണ് ഡോക്ട്രിൻ ഓഫ് എക്ലിപ്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ജോഗ്രഫിയിൽ അറിയാവുന്ന ഒരു കോൺസെപ്റ്റ് ആണ് എക്ലിപ്സ് എന്ന് പറയുന്നത്. എന്താണ് എക്ലിപ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്രഹണം എന്ന് പറയും. അതായത് ഒരു കാര്യത്തിന് ഒന്ന് മറഞ്ഞിരിക്കും. നമുക്ക് സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും ഒക്കെ ഉള്ളതുപോലെ എക്ലിപ്സ് ചെയ്ത് പോവുക എന്നുള്ളതാണ് ഇതിന്റെ ഐഡിയ എന്ന് പറയുന്നത്. അപ്പോ ഡോക്ട്രിൻ ഓഫ് എക്ലിപ്സ് എന്ന് പറയുന്നത് പ്രീ കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള ലോസ് അത് ഫണ്ടമെന്റൽ റൈറ്റ്സിനെ വയലേറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ അത് ഡോർമെന്റ് ആയി പോകും. നമ്മൾ അതിനെ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്നതിന് മുമ്പ് പല ആക്ടുകളും ഉണ്ടായിരിക്കും. ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ട്രൈബൽസിനെ പല സമയത്തും നോട്ടിഫൈഡ് ക്രിമിനൽസ് ആയിട്ടാണ് ബ്രിട്ടീഷുകാർ ട്രീറ്റ് ചെയ്തിരുന്നത്. അപ്പൊ അവർ നോട്ടിഫൈ ചെയ്തിട്ടുണ്ട് ഇന്ന ട്രൈബ്സ് ക്രിമിനൽസ് ആണ്. എന്ത് ബേസിലാണ് ഇവർ ക്രിമിനൽസ് എന്ന് പറയുന്നത്? പണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്തിട്ടുള്ളവരായിരിക്കാം, ഇവർ ബ്രിട്ടീഷുകാരുടെ ആക്ടിനെ വയലേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കാം, ഇവർ ബ്രിട്ടീഷുകാർ പറയുന്ന കാര്യങ്ങളൊന്നും കേൾക്കാത്ത ആൾക്കാരായിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ ബ്രിട്ടീഷുകാർക്ക് ഇഷ്ടമല്ല. ഇവരെ ഫോളോ ചെയ്യാത്ത, ഇവരെ കൂടെ നിൽക്കാത്ത ആൾക്കാരെ ബ്രിട്ടീഷുകാർക്ക് ഇഷ്ടമല്ല. അപ്പൊ ഇവരെന്ത് ചെയ്യും? ഈ ട്രൈബൽസിനെ ഇവര് നോട്ടിഫൈഡ് ക്രിമിനൽസ് ആണ്, ഇവർ ജന്മനാ ക്രിമിനൽസ് ആണ്, ഈ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ നമ്മൾ എപ്പോഴും ക്രിമിനൽസ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ കുറച്ച് ആക്ടുകൾ കൊണ്ടുവരികയും അത് ബേസ് ചെയ്തിട്ട് കുറെ ട്രൈബൽസിനെ ഈ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ വന്ന് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്കറിയാം നമ്മളൊരു ഡീനോട്ടിഫിക്കേഷൻ കൊണ്ടുവന്നു. പക്ഷെ നമുക്ക് ഡീനോട്ടിഫിക്കേഷൻ കൊണ്ടുവന്നില്ല എന്നുണ്ടെങ്കിലും ഇഷ്യൂ ഇല്ല. അവിടെ പറയുന്ന കാര്യം എന്താണ്? പ്രീ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉണ്ടാക്കിയ ഒരു കാര്യമാണിത്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നതിന് മുമ്പുള്ള കാര്യമാണ്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ വന്നു കഴിയുമ്പോൾ നമുക്കറിയാം എല്ലാവരും ഒരേപോലെ അതോറിറ്റി ഉള്ള ആൾക്കാരാണ്, ഒരേപോലെ ഡിഗ്നിറ്റി ഉള്ള ആൾക്കാരാണ്. അതിൽ ഒരു സെറ്റ് ഓഫ് ആൾക്കാരുടെ ഇൻട്രസ്റ്റിനെ ഫോളോ ചെയ്യുന്നില്ല എന്നുള്ള ബേസിൽ ക്രിമിനൽസ് ആയിട്ട് മാറുന്നില്ല. അല്ലെങ്കിൽ അവരെന്തെങ്കിലും ഒരു കാര്യം പെക്യുലിയർ കാര്യം ഫോളോ ചെയ്തില്ല എന്നുള്ള പേരിൽ അവരെ നോട്ടിഫൈഡ് ക്രിമിനൽസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പൊ ഇന്ത്യൻ ഗവൺമെന്റ് അവരെ ഡീനോട്ടിഫൈ ചെയ്തു. അതിനോടൊപ്പം തന്നെ നമുക്ക് പറയാവുന്ന ഒരു ഫിലോസഫിയാണ് എക്ലിപ്സ്. ഇതിന് മുമ്പ് വന്ന കാര്യമായതുകൊണ്ട് ഇപ്പൊ നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉള്ളത് കൊണ്ടും ഫണ്ടമെന്റൽ റൈറ്റ്സിനെ ഇത് കൗണ്ടർ ചെയ്യുന്ന കാര്യമായതുകൊണ്ടും ഇതിന് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നതിന് മുമ്പുള്ള ഡോർമെന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് എക്സിസ്റ്റ് ചെയ്യുന്ന സൊസൈറ്റിയിൽ ഫോളോ ചെയ്യാൻ പറ്റാത്ത ഏതെങ്കിലും ലോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ലോസ് ഒഫീഷ്യലി വോയിഡ് ആയി പോവുകയാണ്. അവർ ഡോർമെന്റ് ആയിട്ട് ജീവനില്ലാത്ത ആൾക്കാരായിട്ട് മാറുകയാണ്. അവരെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഫണ്ടമെന്റൽ റൈറ്റ് എക്ലിപ്സ് ചെയ്തു. അതായത് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ വയലേറ്റ് ചെയ്തിരുന്ന പഴയ ലോസിനെയല്ല നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ വന്ന സമയത്ത് ഫണ്ടമെന്റൽ റൈറ്റ്സ് എക്ലിപ്സ് ചെയ്തു. അവരെ ഗ്രഹണം ബാധിച്ചതുപോലെ ബാധിച്ച് അവരെ പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റാത്ത രീതിയിലാക്കി. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളുമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഡോക്ട്രിൻസ് എന്ന് പറയുന്നത്. ആൻഡ് ഇതിനകത്ത് വരുന്ന മേജർ ആയിട്ട് മറ്റൊരു കാര്യമാണ് എങ്ങനെയാണ് ലെജിസ്ലേച്ചറിന്റെ പവറും ജുഡീഷ്യറിയുടെ പവറും തമ്മിലുള്ള ഇഷ്യൂസ് വരുന്നത്. എന്താണ് ഈ ജുഡീഷ്യറിയും ലെജിസ്ലേച്ചറും തമ്മിലുള്ള പവറിന് ഇഷ്യൂ വരുന്നത്? നമ്മൾ അതിനൊരു ഡോക്ട്രിൻ ആയിട്ട് പറയും, ഡോക്ട്രിൻ ഓഫ് സെപ്പറേഷൻ ഓഫ് പവർ. അതായത് നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു മേജർ ഡോക്ട്രിൻ ആണ് ഡോക്ട്രിൻ ഓഫ് സെപ്പറേഷൻ ഓഫ് പവർ എന്ന് പറയുന്നത്. നമുക്ക് ഒരു ക്ലിയർ കട്ട് ഡിവിഷൻ ഇല്ല എന്നുണ്ടെങ്കിലും, എന്തുകൊണ്ടാണ് നമ്മളൊരു ക്ലിയർ കട്ട് ഡിവിഷൻ ഇല്ല എന്ന് പറയുന്നത്? നമ്മുടെ എക്സിക്യൂട്ടീവ് ലെജിസ്ലേച്ചറും ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ തന്നെയാണ്. നമ്മുടെ പാർലമെന്റിനകത്തുള്ള ആൾക്കാർ തന്നെയാണ് ലോ കൊണ്ടുവരുന്നത്, ഇംപ്ലിമെന്റ് ചെയ്യുന്നതും. എക്സിക്യൂട്ടീവിന് കുറച്ചധികം ആൾക്കാരുണ്ട് എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ ലെജിസ്ലേച്ചറിലും എക്സിക്യൂട്ടീവിലും ഉള്ളത് ഒരേ സെറ്റ് ഓഫ് ആൾക്കാരാണ്. അപ്പൊ നമുക്ക് അവിടെ ഒരു മെർജിങ് ഉണ്ട്. നമുക്ക് ക്ലിയർ കട്ട് സെപ്പറേഷൻ ഓഫ് പവർ ആപ്ലിക്കബിൾ ആവുന്നത് എവിടെയാണ്? ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവും തന്നെ തമ്മിലാണ്. ജുഡീഷ്യറിയിലുള്ള ആൾക്കാരെ എക്സിക്യൂട്ടീവോ ലെജിസ്ലേച്ചറോ ഒരിക്കലും കോഴ്സ് ചെയ്യാൻ പാടില്ല, അവരുടെ കാര്യങ്ങളിൽ ഇന്റർഫിയർ ചെയ്യാൻ പാടില്ല. തിരിച്ച് ഇവർക്കൊരു ചെക്ക് ആൻഡ് ബാലൻസ് ഉണ്ട്. എന്താണ് ചെക്ക് ആൻഡ് ബാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെപ്പറേഷൻ ഓഫ് പവർ ഉള്ളതുപോലെ, അതായത് ഓരോ ആൾക്കാർക്കും ഇന്ന പവർ ആണ് എന്ന് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് പോലെ ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വാല്യൂ ചെയ്യാനുള്ള അവസരമുണ്ട്. ചെക്ക് ആൻഡ് ബാലൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കിയാണ് മറ്റേ ആൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത ഓർഗൻ അതിനെ കൗണ്ടർ ചെയ്യാനുള്ള അതോറിറ്റി ഉണ്ട്. അപ്പോൾ അതിൽ നിന്നാണ് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്ന കോൺസെപ്റ്റ് വരുന്നത് തന്നെ. എന്താണ് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലെജിസ്ലേച്ചർ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യുകയാണ്, അപ്പോൾ അത് കൗണ്ടർ ചെയ്യാനുള്ള ആള് ജുഡീഷ്യൽ റിവ്യൂ വെച്ച് ജുഡീഷ്യലായിട്ട് അല്ലെങ്കിൽ കോർട്ട് വഴി അതിനെ കൗണ്ടർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആസ്പെക്ട് എന്ന് പറയുന്നത്. നമ്മൾ ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇതിൽ വരുന്ന മേജർ ആയിട്ടുള്ള ആക്ട്. നമ്മൾ ആർട്ടിക്കിൾ 13 പറയുന്ന സമയത്ത് എന്തൊക്കെയാണ് നമ്മൾ ഈ പറഞ്ഞ ഡോക്ടൻസ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം അപ്ലൈ ചെയ്യുന്ന പോർഷനാണ് ഈ നോട്ടിൽ ആഡ് ചെയ്തിരിക്കുന്നത്. ആർട്ടിക്കിൾ 368 നിങ്ങൾക്കറിയാം എങ്ങനെയാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ അമെൻഡ് ചെയ്യുന്നത് എന്നുള്ളത് പറയുന്ന ഒരു ആർട്ടിക്കിൾ ആണ്. എങ്ങനെയൊക്കെയാണ് നമുക്ക് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ അമെൻഡ് ചെയ്യാൻ പറ്റുന്നത്? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ വളരെ റിജിഡ് ആയിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ മാത്രമാണ് അല്ല, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ റിജിഡ് ഫ്ലെക്സിബിളും ആണ്. അതായത് നമ്മുടെ കുറെ പോർഷൻസിനെ നമുക്ക് വളരെ പെട്ടെന്ന് അമെൻഡ് ചെയ്യാൻ പറ്റും, ചില പോർഷൻസിനെ നമുക്ക് വളരെ പെട്ടെന്ന് അമെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അതിന്റെ സ്പെഷ്യൽ മെജോറിറ്റിയും ചില കേസസിൽ നമുക്ക് ഹാഫ് സ്റ്റേറ്റ്സിന്റെ അതോറിറ്റി ഒക്കെ കിട്ടിയാൽ മാത്രമേ അങ്ങനെയുള്ള ആക്ടുകളെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് ഒരു മേജർ ക്വസ്റ്റ്യൻ ആണ്, നമുക്കിത് വേറൊരു സെഷനിൽ എടുക്കാം. പക്ഷെ നിങ്ങൾ ഇതിനകത്ത് കമന്റ് ചെയ്യണം, ആർട്ടിക്കിൾ 368 വെച്ച് കോൺസ്റ്റിറ്റ്യൂഷനെ അമെന്റ്മെന്റ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയൊക്കെയാണ് അമെന്റ്മെന്റ് നടക്കുന്നത്, എത്ര ടൈപ്പിലാണ് അമെന്റ്മെന്റ് നടക്കുന്നത്, ഏതൊക്കെ പോർഷൻസ് ആണ് ഇങ്ങനെ അമെന്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ആൻഡ് ശങ്കരി പ്രസാദ് കേസിലേക്ക് വരുന്ന സമയത്ത് മേജർ ആയിട്ട് 2 ആർട്ടിക്കിൾസ് ആണ് ഫേസ് ഓഫ് വരുന്നത്.
ഒന്ന് ആർട്ടിക്കിൾ 13 മറ്റേത് ആർട്ടിക്കിൾ 368. നമ്മൾ പറഞ്ഞു ആർട്ടിക്കിൾ 13 എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സിനെ വയലേറ്റ് ചെയ്യുന്ന ലോസിനെ ഇൻകൺസിസ്റ്റന്റ് ആണ് അല്ലെങ്കിൽ അതിനെ നൾ ആൻഡ് വോയിഡ് ആണ് എന്ന് ഡിക്ലെയർ ചെയ്യാൻ ജുഡീഷ്യറിക്കുള്ള പവർ ഉണ്ട്. സെയിം ടൈം ആർട്ടിക്കിൾ 368 കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏത് പാർട്ടിനെയും അമെന്റ് ചെയ്യാനുള്ള പവറും ഉണ്ട്. അപ്പൊ ഇവര് രണ്ടുപേരും എങ്ങനെ ബാലൻസ് ആവുന്നു എന്നുള്ളതാണ് ശങ്കരി പ്രസാദ് കേസിൽ ഇഷ്യൂ ആയിട്ട് വന്നത്. ആൻഡ് അതിന്റെ കോർ ഇഷ്യൂ എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ റൈറ്റ് ടു പ്രോപ്പർട്ടി ആയിരുന്നു.